അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബുഷി അതെ, അവളുടെ മനസ്സിലിപ്പോൾ ടെൻഷനാണ്. കാര്യം മറ്റൊന്നുമല്ല, വീട്ടിലെ നിക്കാഹിനുള്ള തിരക്കുകളൊക്കെ തുടങ്ങാനുള്ള പരിപാടിയാണ്. ഉമ്മ ഇന്ന് ഇക്കാക്കയെ വിളിച്ചു. മോനെ മോനെ അജു, ആ പിന്നെ ചെക്കന് കണ്ടു പോയിട്ടൊക്കെ ഉണ്ട്. ഉമ്മ ചെക്കൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതെ മോനെ, എല്ലാം അടിപൊളി തന്നെയാണ്. ആ ഉമ്മ, പിന്നെന്താ? അല്ല മോനെ, മോനെന്നാ വരുന്നത്? ഞാൻ വരും ഉമ്മ. ഞാൻ എന്തൊക്കെ തന്നെയാലും ഇവൾക്കിപ്പോൾ റെസ്റ്റ് കൂടി ആയ സ്ഥിതിക്ക് എൻ്റെ പൊന്നു മോനെ അൽഹംദുലില്ലാ മാഷാ അല്ലാ. എൻ്റെ പൊന്നു മോന്നാലും വാട്ടോ, മോനല്ലാതെ എങ്ങനെ? അല്ല അവളെ കൊണ്ടുവരാൻ അല്ല മോനെ, അവളെ പിതാവിൻ്റെ കാര്യം ഉമ്മ. പിതാവും അവളുടെ അനിയത്തിമാരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അവരുടെ ഇളാമ്മയുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അതായത് അവർ പിന്നെ എവിടെയോ അറബികളെ കൂട്ടത്തിൽ പെട്ടു എന്നോ അങ്ങനെയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ പിതാവിന് ഇഷ്ടമേ അല്ല അങ്ങനെയൊരു, കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. എന്തൊക്കെയാ അള്ളാഹു ആലം. മോനെ എന്തൊക്കെ തന്നെയായാലും മോളുടെ കാര്യത്തിൽ നീ നല്ല ശ്രദ്ധ വേണം കേട്ടോ ഉമ്മ. തീർച്ചയായും അതെ, അതാ പിതാവിന് ഞാൻ വാക്ക് കൊടുത്തതാണ് അവൾ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന്. എന്നാലും മോനെ അൽഹംദുലില്ലാ എല്ലാ അസുഖവും കാര്യങ്ങളൊക്കെ മാറി കിട്ടിയല്ലോ. അതും വലിയ കാര്യം തന്നെയല്ലേ. ഒത്തിരി കഷ്ടപ്പെടുത്തിയില്ലേ ആ എളാമ്മ. അവൾക്ക് ഓരോ ഭ്രാന്താകാനുള്ള മരുന്ന് കൊടുത്തിട്ടും മെഡിസിൻ കൊടുത്തിട്ടും എണീക്കാൻ കഴിയാത്ത രീതിയിൽ തളർത്തിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും അതേ ഉമ്മ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു അൽഹംദുലില്ലാ. ഇപ്പം എൻ്റെ കൈകളിലുള്ള സുരക്ഷിതമാണുമ്മ. മോനെ എന്നാലും എൻ്റെ മോനു വാ. എല്ലാവരും പറയുന്നുണ്ട് അതെ, അജ്മൽ സാറ് കല്യാണം കഴിച്ചത് ഒരു അറബി പെൺകുട്ടിയെയാണ്, ഞങ്ങൾക്കൊന്ന് കാണാനുള്ള ഭാഗ്യം തരുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ. ഉമ്മാൻ്റെ പൊന്നും മോനെ ഒന്ന് വാട്ടോ, എന്നാൽ നിക്കാവും കല്യാണം കഴിഞ്ഞാണ്ട് പോകാം. എന്തൊക്കെ തന്നെയാലും ഡോക്ടർ നല്ല മോനാണ് ഉമ്മ. എനിക്കറിയാം, ഞാൻ കണ്ടതാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണല്ലോ. മാഷാ അല്ലാ, നല്ല അടിപൊളി ചെക്കൻ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ തറവാടിൻ്റെ കാര്യത്തിലാണെങ്കിലും സമ്പത്തും ദീനും എല്ലാം 4 കാര്യങ്ങളും ഒത്തുണ്ടെങ്കിൽ തന്നെയാണ് അവന്. പിന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും പറയണ്ട. പൊന്നു മോനെ അതൊക്കെ അടിപൊളി തന്നെയാണ്, നല്ലൊരു ഡോക്ടർ കേട്ടോ. അല്ലമ്മ, എവിടെ എൻ്റെ കുഞ്ഞി പെങ്ങള്? നിനക്ക് പിന്നെ എത്ര പെങ്ങളാടാ? അല്ലേ എന്നാലും ഓളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടേ. അല്ല എൻ്റെ പെങ്ങളോടുമ്മ അവിടെ ഉണ്ട്, ഒന്ന് ഫോൺ കൊടുക്കുമോ? ആ കൊടുക്ക. മോളെ മോളെ ബുഷിയേ, എന്ത് എഴുതുകയാണോ? എന്ത് ഡയറി എഴുതേ? ഡയറി എഴുതുന്നുണ്ട് ഇപ്പോൾ. ആ മറ്റത് ഫോണിലായിരിക്കുമല്ലോ. അല്ലുമ്മ, അത് എന്താ ഡയറിയിൽ എഴുതണേ? ഒന്നുമില്ല. എന്നാ ഫോണ്. ആരാ? ഇക്കാക്കയാണ്, അജ്മൽ എന്നാ. ഹലോ ഇക്കാക്ക. അസ്സലാമു അലൈക്കും. എൻ്റെ പെങ്ങളുട്ടി എവിടെ? ഇവിടെയുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആ അല്ല മോളെ, എന്നാ ഇക്കാക്കൊക്കെ വരേണ്ടത്? എൻ്റെ പൊന്നുമോൾക്ക് വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണ്ടേ? എപ്പോഴും വരേണ്ടത്? ഇക്കാക്ക നിങ്ങളെപ്പോൾ വന്നാലും സന്തോഷമാണ്. അതിപ്പോൾ കല്യാണം നിക്കാഹും അങ്ങനെയൊന്നുമില്ലല്ലോ. എനിക്ക് എൻ്റെ ഇക്കാക്കയെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. അതെ, പ്രത്യേകിച്ച് എൻ്റെ ഇക്കാക്കയുടെ കൂടെ താമസിക്കുന്ന അതെ അറബി പെണ്ണ് ഭാര്യയെയും എനിക്ക് കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ എന്ന് വന്നാലും എനിക്ക് സന്തോഷമുള്ളൂ. ഇന്ന് വരണമെങ്കിൽ ഇന്നും വരണം. എൻ്റെ കുട്ടിക്കൊരു വിഷമം, എൻ്റെ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ എന്തൊക്കെയോ ഒരു വിഷമങ്ങളുണ്ടല്ലോ എൻ്റെ പൊന്നുമോളെ. എന്താ ഇക്കാൻ്റെ കുട്ടിക്ക് വേണ്ടത്? എന്നാൽ അത് ബുഷി പൊട്ടിക്കരയുകയായിരുന്നു. ഇക്ക എന്താ പെണ്ണേ? എന്താ വീട്ടിൽ നിന്ന് പോകുന്ന വിഷമാണോ? സാരല്ലടി, നല്ല ഡോക്ടറാണ് മോളെ, നല്ല ചെക്കനാണ്, എല്ലാം കൊണ്ട് സുന്ദരനാണ്, സുമുഖനാണ്. നീ കണ്ടതല്ലേ, നല്ല ദീനിയായ നല്ല സ്വഭാവത്തിനുടമയായ മോനാണ്. പൊന്നു മോളെ, എന്തിനാ അതൊക്കെ ശീലാവും കേട്ടോ. ഉമ്മാനൊക്കെ വിട്ടിട്ട് പോകുന്ന ആലോചിച്ചിട്ടാണോ? ഇക്ക എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ആങ്ങൾക്കും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും കുടുംബങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷകരമായ ഒരു പെണ്ണ് കാണലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യണം? എൻ്റെ സ്വന്തം കുടുംബക്കാരെ എല്ലാം ഞാൻ അവർ വെറുപ്പിച്ച് മറ്റൊരു വിവാഹത്തിന് തയ്യാറാകണോ? അതുമല്ല, ഷാമിൽ എന്നോട് പറഞ്ഞ കാര്യവും നീ വേറെ നോക്കിക്കൊന്നും പറഞ്ഞതല്ലേ. ഞാൻ എന്താ റബ്ബേ ചെയ്യുക? ഞാൻ ഡോക്ടറോട് അത് തുറന്ന് പറഞ്ഞാലോ? അതൊരു പക്ഷെ പറഞ്ഞാൽ അവർ വേണ്ടെന്ന് വെക്കും. അഥവാ ഷാമിലും എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ല എന്ന് വെച്ചാൽ എന്തായിരിക്കും? എൻ്റെ ഇക്കാക്കയും ഉമ്മയും എല്ലാം
എന്നെ സ്നേഹിച്ചവരെല്ലാം വെറുത്തു പോവും. പൊന്നു മോളെ, നീ വേണ്ടാത്ത പ്രവൃത്തി ചെയ്തിട്ടല്ലേ, നിനക്ക് ഹയറായതല്ലേ ഞങ്ങൾ തരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ഡോക്ടറുടെ കാര്യം ആലോചിക്കുമ്പോൾ അതിലേറെ സങ്കടമാണ്. പക്ഷെ ഓരോന്നും ആലോചിച്ചു. എന്താ ഉമ്മാൻ്റെ അടുത്ത് ഫോൺ കൊടുക്ക്. എന്താ ബുഷിക്കൊരു മൂഡ് ഓഫ്? അറിയില്ല, ഇതിപ്പോൾ പഠനത്തിന് എഴുതി പിടിച്ച് കെട്ടിക്കുമ്പോഴേ അത് ആർക്കായാലും ഉണ്ടാവും. അതൊക്കെ മാറി കിട്ടിക്കോളും. ഒരാണിൻ്റെ കയ്യിലങ്ങോട്ട് എത്തുമ്പോഴേ ഒക്കെ ശരിയായിക്കോളും. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ അതിന് മുമ്പ് കുറേ ഇതാക്കിയിട്ട് കാര്യമില്ല. ഏതൊരു പെണ്ണാണെങ്കിലും ആ ആണിൻ്റെ കൈക്കുള്ളിൽ അങ്ങോട്ട് എത്തുമ്പോൾ ഒരു ദിവസം അവൻ്റെ കൂടെ കഴിയുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും മയങ്ങിക്കോളും. പിന്നെ ഓലക്കാളും വലിയൊരാളെ ഭൂമിയിൽ അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണ് യഥാർത്ഥ സ്നേഹൻ്റെ, അങ്ങനെ ആയിരിക്കും. അതിന് മുമ്പ് അതും ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നു മോനെ. അതൊക്കെ ഓല് നല്ല മട്ടത്തിന് കഴിഞ്ഞോളും. നമുക്ക് വല്ലാതെ നമുക്കൊന്നും കണ്ണുമ്പണ്ട. പിന്നെ മോനെ എനിക്കൊരു കാര്യം പറയാണ്ട്. ഉമ്മാൻ്റെ കുട്ടീനോട് പറയാതിരിക്കണം മോശമല്ലേ? എന്ത്? അത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവനുണ്ടല്ലോ ഷാമിൽ, നമ്മുടെ ഉമ്മുൽ ഖൈറിൻ്റെ അവിടെ വീട്ടിൽ നിന്ന്, അതേ മോനെ, ആ ഷാമിലും ഇവളും തമ്മിൽ ചെറിയൊരു ക്രഷ്നെസ് ഉണ്ടായിരുന്നു. ഒന്നുമല്ല, അറബി ഉമ്മേനോട് പറഞ്ഞുണ്ടാക്കിയതാ. അറബി ഉമ്മ പറഞ്ഞ നമ്മുടെ ബുഷിക്ക് അനുസരിച്ച് പയ്യൻ തന്നെയാണല്ലോ നമ്മുടെ ഷാമിൽ എന്ന് പറഞ്ഞപ്പോൾ മുതൽ തന്നെ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്രഷൊക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടുണ്ടാവും. അല്ലാതെ ഓല് തമ്മിൽ കാണുക, സംസാരിക്കുക, അങ്ങനത്തെ യാതൊരു രീതിയുള്ളതും ഉണ്ടായിട്ടില്ല. പിന്നെ ഓന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഇന്നെ കാക്കണ്ട, നിങ്ങൾ നേരം വൈകുകയാണെങ്കിൽ വേറെ വിവാഹം കഴിച്ചോളൂ, ഇന്നെ കാക്കണ്ട എന്നുള്ള കാര്യം ഓൻ അപ്പോഴേ പറഞ്ഞതാണ്. പിന്നെ ഇപ്പം നമ്മളായിട്ട് ഓൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഓൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മളെ മോളെ കെട്ടണം എന്ന് പറഞ്ഞ് ഓൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മളോട് ഓൻ ഒഴിഞ്ഞ് പറഞ്ഞേക്കണം, നിങ്ങൾ എന്നെ കാത്ത് കണ്ടിട്ട് അതിന് മുമ്പ് വിവാഹം ഉണ്ടാക്കിക്കോളൂ എന്ന് ഓന് പറഞ്ഞതാണ്. പിന്നെ ഇപ്പം നമ്മൾ ഓന് വേണ്ടി കാത്തിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ ഉമ്മയുടെ വാക്കുകൾക്ക് അവൻ പറഞ്ഞു, അത് അവൻ പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമല്ല, അവൻ്റെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ടൈം ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഓനക്ക് ബുഷിനോട് ഇഷ്ടമില്ലായിട്ടൊന്നല്ല മോനെ. അതൊക്കെ എനിക്കറിയാം. എന്തൊക്കെ തന്നെയായാലും ഇനിയിപ്പം ഡോക്ടർ വന്ന് കണ്ടുപോയില്ലേ, ശരിയാണ്, ഒക്കെ കാണാൻ വരലൊക്കെ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടൊക്കെ പോയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്നാൽ പിന്നെ ബുഷിയോട് ഒന്നുകൂടി സമ്മതം ചോദിക്കാം. ഞാൻ ഒന്ന് ചോദിക്കാം, ഫോൺ കൊടുത്താണ്. ഹലോ ഇക്ക. എന്തിക്കാൻ്റെ കുട്ടികൾ മൂഡ് ഓഫ്? പിന്നെ മോളെ, ഇക്കൊക്കെ ഒരു കാര്യം പറയാം. പിന്നെ ഉമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾക്കിപ്പോൾ നിൻ്റെ കാര്യത്തിൽ മാത്രമേ ടെൻഷനുള്ളൂ. അത് നിനക്കൊരു നല്ല ജീവിതം കിട്ടണം എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇക്കാൻ്റെ കുട്ടി പൂർണ്ണ സംതൃപ്തിയോടെ കൂടി ഇതിന് സമ്മതിക്കണം കേട്ടോ. കാരണം നല്ല പയ്യനാണ്, വെറുതെ അവനും കൂടി വിഷമമാക്കണ്ടല്ലോ. എന്തൊക്കെ തന്നെയായാലും ഷാമിലിൻ്റെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും കഴിഞ്ഞിട്ട് നമുക്കൊരു പക്ഷേ. എന്നാൽ അത് കേട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. ഇക്ക, ആയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളൂ. അത് ഷാമിൽ നമ്മളോട് പറഞ്ഞതല്ലേ എന്നെ കാക്കണ്ട എന്ന്. വീണ്ടും അവനെ കാത്തിരിക്കുന്നത് ശരിയല്ലല്ലോ. സാരല്ല എൻ്റെ പൊന്നു മോൾക്ക് വിഷമം ഉണ്ടാവില്ലേ? സാരല്ലൊക്കെ മാറിക്കൊള്ളട്ടോ. ആ ഡോക്ടറുടെ കൈകൾ അങ്ങോട്ട് എത്തിയാലേ എന്തായാലും നിൻ്റെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറി തീരും കേട്ടോ. ഒരു കുഴപ്പമില്ല. തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കിയുടെ ആശ്വാസവചനങ്ങൾ കേട്ടപ്പോൾ അതാ നമ്മുടെ ബുഷിയുടെ മനസ്സിൽ ചെറിയൊരു പൊൻതിരി കത്തി. അതെ, അവളും വിചാരിച്ചു, എന്തിനെൻ്റെ പ്രിയപ്പെട്ട എന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ ഇക്കാക്കയും ഉമ്മയും അവർക്ക് വേണ്ടി സന്തോഷം കൊടുക്കുന്നതന്നല്ലേ എപ്പോഴും നല്ലത്. പറയാൻ പറ്റൂരല്ലോ മനുഷ്യന്മാരുടെ അവസ്ഥ. അങ്ങനെ അത് ഡോക്ടറുമായുള്ള കല്യാണത്തിന് അവൾ സമ്മതിക്കണേ. ഇക്കാക്ക, എനിക്ക് സമ്മതമാണ്. ഇക്കാക്കൻ്റെ കുട്ടി പൂർണ്ണ സമ്മതത്തോടു കൂടിയാണോ പറഞ്ഞത്? ഇക്കാക്ക ഒരിക്കലും നിന്നെ നിർബന്ധിക്കൂല കേട്ടോ. ഇക്കാക്ക വരാട്ടോ. ഞാൻ നിൻ്റെ ഇത്താത്തേനൊക്കെ കൂട്ടിയിട്ട് വരാട്ടോ. ഇക്കാക്ക ആയിക്കോട്ടെ, നിങ്ങൾ വരുമല്ലോ, അതുതന്നെ വലിയ സന്തോഷം. എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ നാത്തൂനെ കാണാം. എൻ്റെ പെണ്ണെ, തീർച്ചയായും ഇൻഷാ അല്ലാഹ്. എന്നാൽ അവളുടെ ആ ഒരു സങ്കടമെല്ലാം ഒന്ന് മാറ്റിവെച്ചു. അവൾ നേരെ ഉമ്മയുടെ അരികിലേക്ക്. എൻ്റെ മോളൊന്ന് ചിരിച്ച് കണ്ടല്ലോ, അല്ലെങ്കിലും അജ്മലിനെ എന്നെ സമാധാനിപ്പിക്കാൻ കഴിയുള്ളൂ മോളെ. പിന്നെ എൻ്റെ പൊന്നുമോൾ വിഷമിക്കരുത് കേട്ടോ. ശരിയാണ്, നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും. അതിപ്പോൾ 1, 2, 3 ഉള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ ആത്മാർത്ഥമായത് ഒന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുമല്ല, അവരിനിയിപ്പോൾ അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ നമുക്ക് പിന്നെ അതിനപ്പുറം ഇല്ലല്ലോ കേട്ടോ.
ഉമ്മാൻ്റെ കുട്ടി എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ കുട്ടീനെ തീരുമാനം പോലെ തന്നെ ആക്കുക. ഉമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ മോൾ കരയില്ലേ കേട്ടോ. ഇല്ല ഉമ്മ. അങ്ങനെയതാ അവൾ ഉറപ്പിക്കുന്നു ആ ഒരു വിവാഹത്തെക്കുറിച്ച്. ആ നിമിഷം തന്നെ അതാ ഷാമിൽ വിളിച്ചു പറയുന്നു തൻ്റെ കൂട്ടുകാരനോട്. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ബ്രോക്കർ വിളിക്കുന്നു ഉമ്മയുടെ ഫോണിലേക്ക്. ഹലോ ഇത്താത്ത, എന്തായി കാര്യങ്ങൾ? നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ മോൾക്ക് സമ്മതമാണ്. റാഹത്തായി അൽഹംദുലില്ലാ. എന്തൊക്കെ തന്നെയായാലും അധികം വൈകിപ്പിക്കണ്ട, ഡോക്ടർ ഫാമിലി തന്നെ തിരക്കൂടുണ്ട്. ഓലിപ്പോൾ MBBS-ഉം MD ഒക്കെ ആയി കഴിയുമ്പോഴത്തിന് കുറച്ച് സമയം പിടിക്കുമല്ലോ. അപ്പം പിന്നെ ഇനിയും വൈകിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേണം. എന്നാൽ പിന്നെ നിക്കാഹിനൊരു ഡേറ്റ് എങ്ങനെ വെച്ചാൽ കാരണവന്മാരോടൊക്കെ ചോദിച്ചിട്ട് ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. നമുക്ക് ഇന്ന് ഞാൻ വിവരം ഒന്ന് പോയി പറയട്ടെ കേട്ടോ. അപ്പോൾ തന്നെ ബ്രോക്കർ അത് ഡോക്ടറുടെ ആ ഒരു വലിയ വീട്ടിലേക്ക് ഗേറ്റ് ഓട്ടോമാറ്റിക്കലി തുറന്നു. എൻ്റെ റബ്ബേ, ഇത്രയും വലിയ വീട്ട്, എന്നാലും ഇപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് ഒരു ഇടത്തരം വീട്ടിൽ നിന്ന് ഇത്രയും വലിയൊരു വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കും ഭാഗ്യം തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും അങ്ങനെ അതാ ആ ഒരു ഇൻ്റർലോക്കിനിടയിലൂടെ പുല്ലുകൾ വിരിച്ച അതിൽ ചവിട്ടിക്കൊണ്ട് അതാ നമ്മുടെ ബ്രോക്കർ അങ്ങോട്ട് എത്തുന്നു. വലിയ വിശാലമായ ആ ഒരു വീടിൻ്റെ വരാന്തയിൽ കയറി അയാൾ ബെല്ലടിച്ചു. അതെ, നമ്മുടെ ഡോക്ടർ ഉപ്പയായിരുന്നു കടന്നു വന്നത്. മക്കൾ ഇങ്ങോട്ട് കയറിയിരിക്കി. എന്തായി നമ്മളെ മോൻ്റെ കാര്യമൊന്ന്? അൽഹംദുലില്ലാ, അത് ഏകദേശം സെറ്റായി മട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. എവിടെ നമ്മളെ ഡോക്ടർ? ഓൺ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടില്ല. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. നിങ്ങൾ എന്തൊക്കെ തന്നെയായാലും നല്ല രീതിയിൽ ഒന്ന് സെറ്റാകാൻ വേണ്ടി നോക്കിക്കോളൂ. ഇനിയിപ്പോൾ അധികം ലേറ്റ് ആകണ്ട, നിൽക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നമുക്ക് തുടങ്ങാം കേട്ടോ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു ബ്ലാക്ക് കാറ്, മനോഹരമായ രാജകീയമായ രീതിയിലുള്ളൊരു കാറ് അങ്ങോട്ട് കടന്നു വരുന്നു. എന്നാൽ ബ്രോക്കർ എഴുന്നേറ്റിട്ട് നോക്കി. അത് നമ്മളെ മോൻ്റെ കാറിനാണ്, ഓനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ്, ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. സലാം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അകത്തേക്ക് കയറി. ഇരിക്കും, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അതേ ഓല് ഹോസ്പിറ്റലിലൊക്കെ ജോലി കഴിഞ്ഞ് വരികയല്ല, അപ്പോൾ അവർ ഫ്രഷ് ആകാതെ ഒന്നും കഴിക്കില്ല കുടിക്കില്ല, അകത്തേക്ക് തന്നെ കയറില്ല. അതാണ് ഈ ഭാഗം വഴി പോയത് ബാഗ് ഇവിടെ വെച്ചിട്ട്. എടി, ഭാര്യയെ വിളിച്ചു. ഭാര്യ ഉനൈസത്ത് അങ്ങോട്ട് വന്നു. മോൻ വന്നോ? അതെ, മോൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചേ. അതെന്തായി? ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. അത് ഓൾക്ക് ഓക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് കാണാനുള്ളതെങ്കിലും എങ്ങനെ ശാക്ക, എന്നിട്ട് ഇൻഷാ അല്ലാ നമുക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം, അധികം വൈകാറുണ്ടല്ലോ. അതെ, മോൻക്കും തന്നെ. അപ്പോഴേക്കും അതാ മകൻ കുളിച്ച് ഫ്രഷായി ഡോക്ടർ വന്നു. മാഷാ അല്ലാ, ശരിക്കും ആ ബ്രോക്കർ തന്നെ നോക്കിപ്പോയി അവൻ്റെ ശരീരത്തിൻ്റെ ഭംഗി കണ്ടിട്ട്. എന്നാലും ഭാഗ്യം തന്നെയല്ലേ ഇതിപ്പോൾ അജ്മൽ സാറിൻ്റെ കെയർ ഓഫ് കൂടെ വന്ന ഇതാണ്. എന്തൊക്കെ തന്നെ ഇതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ നടത്താൻ ഞാനുണ്ട്. എന്നാൽ ഡോക്ടർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞു, എന്തായിക്കാ പിന്നെ ഇനിയിപ്പോൾ വേണ്ട, തൽക്കാലം ഒന്നിൻ്റെ തന്നെ. അതിനെന്താ മോനെ? അല്ല, അവരൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞുന്നേ, അവർ ഓക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? മാഷാ അല്ലാ, ശരിക്കും അതാ നമ്മുടെ ഡോക്ടർ ഞെട്ടുകയാണ്. അതേ മോനെ, ഓല് ഓക്കെ പറഞ്ഞിട്ടുണ്ട്, വൈകാതെ തന്നെ. എന്നാൽ ഡോക്ടറുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. പഠിച്ചോനെ, ഇതിപ്പോൾ എന്താ അറിയില്ല, എന്തൊക്കെ തന്നെയല്ലോ പഠിച്ചോനെ, ഹയറാണെങ്കിൽ നടക്കട്ടെ. അങ്ങനെ അതാ ബ്രോക്കർ ചായ എല്ലാം കുടിച്ചിരുന്നു. അപ്പോൾ വൈകാതെ തന്നെ കേട്ടോ, ഞാൻ എന്നാൽ വിളിച്ച് പറയുകയാണ് കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് നിൽക്കാനുള്ള ഇതൊക്കെ ഡേറ്റൊക്കെ ഫിക്സ് ആക്കുകയാണ്. അപ്പോൾ ഓക്കെ കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് അദ്ദേഹം ഇറങ്ങി. അപ്പോൾ തന്നെ അതാ ബുഷിയുടെ ഉമ്മാക്ക് വിളിച്ചു. അപ്പോൾ ഓക്കെ, രണ്ട് കൂട്ടരും സെറ്റാണ്. അപ്പോൾ നിക്കാഹ് നമുക്ക് പെട്ടെന്ന് നടത്തണം, കല്യാണം വൈകാത്തരാണ് നടത്തണം. മോന് എപ്പോഴും വരിക? മോനും മരുമകളൊക്കെ അവർ വിളിച്ചാൽ വരും. അവർ 2 ദിവസത്തിനുള്ളിൽ വേണമെന്ന് വെച്ചാൽ അപ്പോഴും വരും. അവർക്ക് അവരുടെ ഇഷ്ടത്തിനല്ലേ. അങ്ങനെ അതാ നമ്മുടെ ബുഷിയുടെ നിക്കാഹിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതെ, കാരണവന്മാരോടെല്ലാം പറഞ്ഞു. അജ്മലിനോട് ഉമ്മ വിളിച്ച് പറഞ്ഞു, മോനെ അപ്പോൾ ഓക്കെയാണ് കേട്ടോ, അവർ നമ്മളൊക്കെ ഓക്കെയാണ് ഇൻഷാ അല്ലാ. അങ്ങനെ അതാ ഉമ്മ കുടുംബങ്ങളിലേക്കൊക്കെ വിളിക്കുന്നു. അതേ, ബുഷിക്ക് ഡോക്ടറുമായുള്ള നിക്കാഹിന് ഓൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കണം, പെട്ടെന്ന് നിശ്ചയിച്ചു കാണ്ട് നമുക്ക് നിക്കാഹ് നടത്താം. ഇന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. മറ്റേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ലേറ്റ് ആക്കുന്നുണ്ടണ്ട. അതെ, അവരുടെ തറവാട് നിക്കാഹിന് വേണ്ടി ഒരുങ്ങുകയാണ്. എന്നാൽ നമ്മുടെ ബുഷിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ മാത്രം ചെറിയൊരു വിഷമം.
എന്നാൽ ഈ സമയം ഷാമിലും തന്നെ അതെ റബ്ബേ, ഞാൻ ആഗ്രഹിച്ച പെണ്ണായിരുന്നു, പക്ഷെ ഉപ്പ നിർബന്ധിക്കുന്നുണ്ട് എന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട്. റബ്ബേ അല്ലാ. എന്നാൽ ഷാമിൽ ഇതൊന്നും അറിയുന്നില്ല. അതേ ബുഷിയുടെ വിവാഹം ഉറപ്പിച്ചതും അവളുടെ നിക്കാഹിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതും ഒന്നും അവൻ അറിഞ്ഞതേയില്ല. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.